എന്ന് പറയുന്നത് ഒരുപാട് ഷീറ്റുകൾ അടങ്ങിയതാണ്. നമുക്ക് വർക്ക് ചെയ്യാവുന്ന ഏരിയയെ അല്ലെങ്കിൽ ഓരോ പേജസിനെയും ഇതിൽ ഷീറ്റ് എന്നാണ് പറയുക. ഇങ്ങനെ 255ഓളം ഷീറ്റുകൾ നമുക്ക് ഒരു എക്സൽ വർക്ക് ബുക്കിൽ ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഈ ഷീറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നതിന് തൊട്ടടുത്തായി കാണുന്ന പ്ലസ് ബട്ടണിൽ പ്രസ് ചെയ്താൽ നമുക്ക് എത്ര ഷീറ്റുകൾ വേണമെങ്കിലും ഈ എക്സൽ വർക്ക് ബുക്കിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, ഷീറ്റ് 1, 2, 3 ഇങ്ങനെ എത്ര ഷീറ്റുകൾ വേണമെങ്കിലും നമുക്കിതിൽ ഇൻസേർട്ട് ചെയ്യാം. 255ഓളം ഷീറ്റുകൾ എക്സലിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ ഷീറ്റിലും ഒരുപാട് കോളംസും അതുപോലെ തന്നെ റോസും ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഒരു കോളവും റോയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഏരിയയാണ് സെൽ എന്ന് പറയുന്നത്. ഈ ഓരോ സെല്ലിലുമാണ് നമ്മൾ എക്സലിൽ ടൈപ്പ് ചെയ്യുക. ഞാൻ പറഞ്ഞു ഒരുപാട് കോളവും റോസും ഉണ്ട്. ഇതിലെ കൺട്രോൾ റൈറ്റ് ആരോ പ്രസ് ചെയ്താൽ നമുക്ക് ഏറ്റവും ലാസ്റ്റ് കോളത്തിലേക്ക് കർസർ നീങ്ങുന്നതായിട്ട് കാണാം. അതായത് ആക്റ്റീവായിട്ട് നിൽക്കുന്ന സെല്ല് എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് കോളത്തിലാണ്. നിങ്ങൾക്കിവിടെ നെയിം ബോക്സിൽ കാണാം XFD1. XFD എന്ന് പറഞ്ഞ കോളത്തിൽ ഫസ്റ്റ് റോയിലാണ് നിൽക്കുന്നത്. അതായത് ഇത് 16,384 കോളമാണ്. ഇങ്ങനെയുള്ള 16,384 കോളം അടങ്ങിയതാണ് ഒരു എക്സൽ ഷീറ്റ്. അതുപോലെ തന്നെ കൺട്രോൾ ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് കോളത്തിലേക്ക് എത്താവുന്നതാണ്. കൺട്രോൾ ഡൗൺ ആരോ പ്രസ് ചെയ്താൽ എക്സലിൻ്റെ ലാസ്റ്റ് റോയിലേക്ക് നമ്മൾ എത്തും. അതായത് 10,48,576 റോസാണ് ഒരു എക്സൽ ഷീറ്റിലുള്ളത്. ഇപ്പോൾ നെയിം ബോക്സിൽ കാണാൻ നിങ്ങൾക്ക് A10,48,576 എ എന്ന കോളത്തിൽ ലാസ്റ്റ് റോയിലാണ് നമ്മുടെ കർസർ നിൽക്കുന്നത് എന്ന് അർത്ഥം. ഇനി കൺട്രോൾ അപ്പ് ആരോ പ്രസ് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് കോളത്തിലേക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് റോയിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള 255 ഷീറ്റുകൾ നമ്മൾക്ക് എക്സലിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിലിനി എങ്ങനെയാണ് ഡാറ്റ എൻ്റർ ചെയ്യുന്നത്? വെറുതെ ഏത് സെല്ലിലാണോ നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്യുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ സെല്ലിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു കോളത്തിൻ്റെയോ റോയുടെയോ വലിപ്പം കൂട്ടാനായിട്ട് ഞാൻ വേർഡിൽ പറഞ്ഞതുപോലെ റോയുടെ ഈ ലൈനിൽ കൊണ്ടുപോയിട്ട് കർസർ വയ്ക്കുക. അതിനുശേഷം മെല്ലെ ഒന്ന് ഡ്രാഗ് ചെയ്താൽ റോയുടെ ഹൈറ്റ് കൂട്ടാനായിട്ട് പറ്റും. കോളത്തിൻ്റെ എഡ്ജിൽ കൊണ്ടുപോയി വലിച്ച് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യിച്ചാൽ കോളത്തിൻ്റെയും വലിപ്പം കൂട്ടാനായിട്ട് സാധിക്കും. ഇനി എക്സലിൽ കൂടുതൽ കാര്യങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.